ശ്രീകൃഷ്ണലീലാമൃതം ശ്രീകൃഷ്ണലീലാമൃതം കാറ്റും മഴയും നിറഞ്ഞ ആ രാത്രിയിൽ വസുദേവൻ വീണ്ടും മധുരയിലെ കാരാഗൃഹത്തിലേക്ക് മടങ്ങി. ദിവ്യയാത്ര അവസാനിച്ചു. അതിനൊപ്പം അത്ഭുതങ്ങളും അസ്തമിച്ചു. ചങ്ങലകൾ വീണ്ടും അവനെ ബന്ധിച്ചു. ദേവകിയുടെ കൈകളിൽ കുഞ്ഞ് എത്തി. ഒരു നിമിഷം നിശബ്ദം, പിന്നീട് ഒരു കരച്ചിൽ. ആ ശബ്ദം മുഴുവൻ കാരാഗൃഹവും ഉണർത്തി. കംസൻ എത്തി, ക്രോധവും ഭയവും ചേർന്ന മുഖം. അവൻ കുഞ്ഞിനെ ഉയർത്തിയപ്പോൾ അത്ഭുതം വീണ്ടും സംഭവിച്ചു. കുഞ്ഞ് ദിവ്യരൂപമായി മാറി. യോഗമായ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ അന്ത്യം ഇതിനകം ജനിച്ചു എന്ന് അവൾ പ്രഖ്യാപിച്ചു. കംസൻ നിശ്ചലമായി. അഹങ്കാരം ഭയമായി മാറി. എല്ലാം വീണ്ടും നിശബ്ദം. വാതിലുകൾ പതുക്കെ അടഞ്ഞു. പക്ഷേ വിധി ഇതിനകം മുന്നോട്ടു നീങ്ങി.